ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സ്വീറ്റ് ഉണ്ടാക്കണതാണ്. അതിൻ്റെ റെസിപ്പിയാണ്, ഒരു ചെറിയൊരു റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിക്ക് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് 1/2 ലിറ്റർ പാലാണ് ഒഴിക്കണത്. അതിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിക്കാം. നമുക്ക് പാല് തിളക്കുമ്പോഴേക്കും ഒരു 1/4 കപ്പ് പാലെടുത്തിട്ട് 2 ടീസ്പൂണ് കസ്റ്റർഡ് പൗഡർ ഇടാം. അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പാല് തിളക്കാനായിട്ട് നമുക്ക് ഇത്തിരി പാലെടുത്തിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ അമൂല്യൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് 2 സ്പൂണ് പാലൊഴിച്ചിട്ട് കലക്കി വെക്കാം. നമ്മുടെ പാല് ഇതേ തിള വരാൻ തുടങ്ങുന്നുണ്ട്. പാല് തിളക്കാനാകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഈ അമൂല്യൻ്റെ പൊടി കലക്കിയ ഒഴിച്ചു കൊടുക്കുക. പാല് തിളച്ച് വരുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് കുറുകണം. ഒന്നുകൂടെ കുറുകി നല്ലോണം വരണം. ഞാൻ ഇതിനകത്ത് പഞ്ചസാര കുറവാണ് ഇട്ടേക്കണത്. നമുക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തണം കൊണ്ടിട്ട് പഞ്ചസാര ഞാൻ 1/4 കപ്പാണ് ഇട്ടേക്കണത്. അപ്പോൾ ഇതൊന്ന് കുറുകണ വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് കുറുകി കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാറണം. അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇരിക്കും തോറും ഇത് കുറുകി വരും. നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഞാൻ ഇവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5 or 6 വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. നാല് സൈഡിലത്തെ ഈ ബ്രൗൺ കളറ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് നമുക്ക് 4 മുറിക്കാം. ഇങ്ങനെ ഒരേ പീസ് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ചെറിയ തീയാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കരുത്. ഈ ബ്രൗൺ കളറായി എടുക്കണം. നമുക്ക് എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. നമുക്ക് ബ്രെഡെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണേന്. അപ്പം നമുക്കിനി നമ്മുടെ കസ്റ്റാർഡിനി ഒഴിച്ചു കൊടുക്കുക. ബ്രെഡിൽ ഒരു ചില്ലിൻ്റെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്കതൊന്ന് റെഡിയാക്കാം. നമുക്കതിക്ക് മുന്നേ നമ്മുടെ കസ്റ്റാർഡ് തണുപ്പിച്ച് വെച്ചതാണ് ഞാൻ. അതിനകത്തേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് സ്വീറ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ്, സ്വീറ്റാണ്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരുന്ന് വെച്ചത്. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം അധികം ആവശ്യമുള്ളവർ മാത്രം മിൽക്ക് മെയ്ഡ് രണ്ടും കൂടെ ഈക്വലായിട്ട് എടുത്താൽ മതി. പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒരേ അളവിൽ എടുത്ത് വെച്ചാൽ മതി.
ഇനി നമുക്കൊരു ബൗളെടുക്കാം. ഇതിനകത്തേക്ക് നമ്മുടെ കസ്റ്റാർഡ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിങ്ങനെ പരത്തി വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒരു ക്രീമി ടെക്സ്ചറുള്ള ഒരു സ്വീറ്റാണ് ഇട്ടത്. ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് ബദാമും കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കാം. അതിന് മുകളിലോട്ട് നമുക്ക് ഒന്നുകൂടെ ബ്രെഡ് അടുക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലോട്ട് നമുക്ക് നമ്മുടെ ബദാമും പിസ്തയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ നമ്മുടെ റോസ് പെറ്റൽസ് ഉണ്ട്, അതിട്ട് കൊടുക്കാം. റാപ്പർ വെച്ചിട്ട് നമ്മൾ ഇത് എന്താ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള സ്വീറ്റ് ഒരു 3 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ആ ഒഴിച്ച സിറപ്പെല്ലാം അതിനകത്തോട്ട് അലിഞ്ഞ് ചേരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സ്വീറ്റ് എല്ലാവരും ട്രൈ ചെയ്തൊന്ന് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സ്വീറ്റാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.